is a linear data structure? So we already discussed about what is data structure and the classification of data structure. So data structure can be classified into two: simple data structure and compound data structure. Compound data structure can again be classified into two: linear and non-linear data structure. So linear data structure, examples for linear data structures are stack, queue and linked list. So in this video we discuss about stack, the linear data structure stack. So what is stack? So in real life there are many examples for stack. So consider these figures. So this is a bulk of bangles, വളകൾ നമ്മളിങ്ങനെ വെച്ച് അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുകയാണ്. അതേപോലെ ടവൽസിൻ്റെ കളക്ഷനാണ്, ബുക്സിൻ്റെ കളക്ഷനാണ്. സോ ഈ ഫിഗേഴ്സിനെല്ലാം കോമൺ ആയിട്ടൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ബുക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്കിളായിക്കോട്ടെ, നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ മുകളിലേക്കാണ് വെക്കുന്നത്. അടുത്ത ബുക്ക് വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിലേക്കാണ് വയ്ക്കുക. എഗെയിൻ നെക്സ്റ്റ് ബുക്ക്. ഇനി നമ്മൾ ബുക്ക് എടുക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് എടുക്കുന്നത്? സോ ഫ്രം ദ ടോപ്പ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വെച്ച ആളെയാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്, അല്ലേ? ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഈ ഒരു ഓർഡറിനുണ്ട്. സോ ഈ ഒരു ഓർഡറിനെയാണ് ദിസ് അറേഞ്ച്മെൻറ്റ് ഈസ് നോൺ ആസ് എ സ്റ്റാക്ക്. റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ ബുക്സ് വെക്കുന്ന ബുക്സിൻ്റെ കളക്ഷൻ, ബുക്സിൻ്റെ ബണ്ടിലായിട്ട് നമ്മൾ വെക്കുമ്പോൾ ടോപ്പ് ബൈ ടോപ്പ് നമ്മൾ വെക്കുന്നത്. അതേപോലെ ടവൽ വെക്കുന്ന സമയത്തും അതെ, അതിൻ്റെ മീതേക്കാണ് വെക്കുക. എടുക്കുന്ന സമയത്തും നമ്മൾ അതിൽ നിന്നാണ്, ടോപ്പിൽ നിന്നാണ് ഫസ്റ്റ് വൺ എടുക്കുന്നു, ദെൻ നെക്സ്റ്റ് വൺ, ഇങ്ങനെയാണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഫോർ സ്റ്റാക്ക്. സോ വാട്ട്സ് എ സ്റ്റാക്ക്? Stack is an ordered list of items in which all insertions and deletions are made at one end, called top. നമ്മൾ കണ്ടു അല്ലേ, ഓരോ ഐറ്റംസും, അത് ബുക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടവൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കിൾസ് ആയിക്കോട്ടെ, ഈ ഐറ്റത്തെ എല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും ഡെലീറ്റ് ചെയ്യുന്നതും ഒരേ എൻഡിൽ നിന്നാണ്, അല്ലേ? ടോപ്പിൽ നിന്നാണ്. ബുക്സ് വെക്കുന്നത് ടോപ്പിലേക്കാണ്, അടുത്ത ബുക്ക് വെക്കുന്നത് അതിൻ്റെ ടോപ്പിലേക്കാണ്. ഇനി അത് ഡെലീറ്റ് ചെയ്യണം, നമ്മൾ ആദ്യത്തെ ബുക്ക് റിമൂവ് ചെയ്യണം, അതും ടോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ ടേക്ക് പ്ലേസ് ഫ്രം എ പെർട്ടിക്കുലർ പൊസിഷൻ കോൾഡ് ടോപ്പ്. സോ ഹിയർ നമ്മുടെ കേസിൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഡാറ്റകളുടെ കളക്ഷനാണ്. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ ഡാറ്റകളാണ് നമ്മൾ സ്റ്റാക്കാക്കി അടുക്കി വെക്കുന്നത്. സോ സ്റ്റാക്ക് ഈസ് എൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് in which all insertions and deletions are made at one end, called top. Okay, these items are added at the top position. നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്ത് ഐറ്റമാണോ ആഡ് ചെയ്യുന്നത് അത് ടോപ്പ് പൊസിഷനിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സിമിലർലി വി ക്യാൻ റിമൂവ് ദ ഐറ്റംസ് വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ലാസ്റ്റ്. ഏറ്റവും ലാസ്റ്റ് വെച്ച ഐറ്റമാണ് നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഈ ബുക്സിൻ്റെ ബണ്ടിലിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇപ്പോൾ ഏറ്റവും ആദ്യം വെച്ച് നമ്മൾ അടിയത്തെ ബുക്കായിരിക്കാം, ദെൻ നമ്മൾ അതിന് മുകളിലേക്ക് വെക്കണോ. പിന്നെ ഓരോ ബുക്കും നമ്മൾ ടോപ്പിലേക്കാണ് വെക്കുന്നത്, അടുത്ത ബുക്ക് വെക്കുന്നത് ഇതിൻ്റെ ടോപ്പിലേക്കാണ്, അല്ലേ? അത് നമ്മൾ എടുക്കുന്നത് ഏതായിരിക്കും? ലാസ്റ്റ് വെച്ച ബുക്കാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. സോ ഇങ്ങനൊരു പ്രിൻസിപ്പിൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദാറ്റ് പ്രിൻസിപ്പിൾ? ദാറ്റ് പ്രിൻസിപ്പിൾ ഇസ് നോൺ ആസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സോ നമ്മൾ നേരത്തെ കണ്ട ഫിഗർ, ഫസ്റ്റ് കണ്ട ഫിഗറില്ലേ, ദിസ് ഈസ് ആൾസോ എൻ എക്സാമ്പിൾ ഫോർ സ്റ്റാക്ക്. ഇവിടെ കണ്ടോ, ആദ്യത്തെ ബേസ് അതിൻ്റെ മുകളിലേക്കാണ് നെക്സ്റ്റ് റോക്ക് വയ്ക്കുന്നത്, എഗെയിൻ അതിൻ്റെ ടോപ്പ്. സോ അങ്ങനെയാണ് ഇവിടെ വെക്കുന്നത്, ഏറ്റവും ടോപ്പിലേക്കാണ്. ഇനി റിമൂവ് ചെയ്യുന്ന സമയത്തും ടോപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് last in first out. Okay, so this organizing principles of items, the items are organized in the way of last in first out. അവസാനം വെക്കുന്ന ആളെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. So this principle, so the stack follows the data structure that follows LIFO principle is known as stack. LIFO means last in first out. സോ ഈ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. സോ യൂസിങ് ലിഫോ പ്രിൻസിപ്പിൾ, ദ എലമെൻറ്റ് ആഡഡ് അറ്റ് ലാസ്റ്റ് വിൽ ബി ദ ഫസ്റ്റ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സ്റ്റാക്ക്. അവസാനം വെച്ച എലമെൻറ്റിനെയാണ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ, അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ലിഫോ, ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. Okay, so in C++, a stack is physically implemented by an array. നമ്മൾ സ്റ്റാക്ക് എന്ന ഈ ഒരു കൺസെപ്റ്റ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് C++ൻ്റെ കേസിൽ അറേസ് വെച്ചിട്ടാണ്.
സോ കൺസിഡർ ദിസ് ഫിഗർ. ഇതൊരു അറയാണ്. ഈ അറയുടെ പേരാണ് സ്റ്റാക്ക്. സോ അറേ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അറയുടെ കേസിൽ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ അറേ യൂസ് ചെയ്യുന്നത്. അറയുടെ ഇൻഡെക്സ് ഉണ്ട്. അറയുടെ ഓരോ കറസ്പോണ്ടിങ് ലൊക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് വെച്ചിട്ടാണ് അല്ലേ. സോ ഹിയർ ഇൻ ദിസ് കേസ് ദർ ഇസ് എ 10 ലൊക്കേഷൻസ് അല്ലെങ്കിൽ 10 സ്റ്റോറേജ് ഏരിയ. അറേക്ക് 10 ലൊക്കേഷൻസ് ഉണ്ട്. സോ ദ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0, 1, 2 എക്സെട്ര അപ് ടു 9. അപ്പോൾ ഇത് സ്റ്റാക്ക് ആയതുകൊണ്ട് ഈ സ്റ്റാക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് നമുക്കറിയാം ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഓർഡർ ലിഫോ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാക്ക് ഈ ഒരു നമ്മൾ അറേ ഈ ഒരു സ്റ്റാക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അറേ വെച്ചിട്ടാണ്. സോ ദ നെയിം ഓഫ് ദിസ് അറേ ഈസ് സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ സ്റ്റാക്കിലേക്ക് കുറച്ച് എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് എലിമെൻറ്റ് ഇസ് 25. അതിൻ്റെ മുകളിലാണ് 42 ഇൻസേർട്ട് ചെയ്തു, 18, 37, 98, 56. ഓക്കെ, അങ്ങനെ ഇനി അടുത്ത എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്തത് എവിടെയാണ്? ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ സ്ഥാനം, ഇപ്പോൾ എവിടെയാണ് എലിമെൻറ്റ് നിൽക്കുന്ന പൊസിഷൻ, ഈ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടോസ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. So the last position is indicated by toss. Toss means top of the stack. എവിടെയാണ് സ്റ്റാക്കിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം? കാരണം ഇനി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും ഈ സ്റ്റാക്കിൻ്റെ ടോപ്പ് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ടോസ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. So this is the figure of a stack. It is implemented by using an array named stack. ഈ അറയ്ക്ക് കൊടുത്ത പേരാണ് സ്റ്റാക്ക്. ബിക്കോസ് ഈ അറേ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഈ അറേ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ എലമെൻറ്റും ഇൻസേർട്ട് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്കാണ് ഇൻസേർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ത് കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അറേ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അറേക്ക് ഒരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. എന്താണ്? ദർ ഇസ് എ ലിമിറ്റഡ് സൈസ് ഫോർ എൻ അറേ. അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അറേയുടെ സൈസ് എത്രയാണ്? അതിൻ്റെ അപ്പുറം കൂടെ. അപ്പോൾ A of 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എ എന്ന് പറഞ്ഞ അറേക്ക് എത്ര സൈസേ ഉള്ളൂ? 10. നമുക്ക് പുതിയൊരു എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അറേ സൈസ് ഈസ് ഓൾറെഡി ഡിക്ലെയർഡ്. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട് അറേ വെച്ചിട്ടാണ് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ അറേ സ്റ്റാക്ക് എന്ന് പറയുന്ന അറേയുടെ പേര് ഞാൻ പറഞ്ഞു. സ്റ്റാക്ക് ഈസ് ദ നെയിം ഓഫ് ദിസ് അറേ. ഇവിടെ എത്ര എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? 4 എലിമെൻറ്റ്സ്. ബിക്കോസ് ആ 4 എലിമെൻറ്റ്സ് നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. 5th എലിമെൻറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അറേയുടെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. സൈസ് ഈസ് ഓൾറെഡി ഡിക്ലെയർഡ്. So there is a limit to the number of elements that can be represented by the stack. And it depends on the size of the array. അപ്പോൾ ഒരു സ്റ്റാക്കിൻ്റെ കറസ്പോണ്ടിങ് സൈസ് എന്ന് പറഞ്ഞാൽ അറേയുടെ സൈസാണ്. ബിക്കോസ് സ്റ്റാക്ക് ഈസ് ഇംപ്ലിമെൻറ്റഡ് by using array. സോ ഇനീഷ്യലി ഇപ്പോൾ ഈ ഒരു അറേയിൽ എലമെൻ്റ് ഒന്നുമില്ല അല്ലേ. അറേയുടെ പേരാണ് സ്റ്റാക്ക്. അറേയിൽ 4 എലിമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. There is 4 locations. So the index starts from 0, 1, 2, 3. So now the stack is empty. ഒരു സ്റ്റാക്ക് എംറ്റി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഒരു സ്റ്റാക്കിൻ്റെ എപ്പോഴും ഇൻഡിക്കേറ്റർ ആണ് ടോസ്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അപ്പോൾ അറേ എംറ്റി ആണെങ്കിൽ ദാറ്റ് മീൻസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് -1. ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ബിക്കോസ് ഇവിടെ ഡാറ്റ ഇല്ല അല്ലേ. സോ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്തായിരിക്കും? -1. സോ ഇനീഷ്യലി ദ വാല്യൂ ഓഫ് ടോപ്പ് ഓഫ് ടോസ് മീൻസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് സെറ്റ് ടു -1 to denote that the stack is empty. അപ്പോൾ സ്റ്റാക്ക് എംറ്റി ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡിക്കേറ്ററായ ടോസ് -1 ആണെങ്കിലാണ്. ടോസ് മീൻസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ടോപ്പ് ഓഫ് സ്റ്റാക്ക് -1 ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്റ്റാക്ക് എന്താണ്? എംറ്റി ആണ്. സ്റ്റാക്കിൽ ഇപ്പോൾ എലമെൻറ്റ്സ് ഒന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി ഞാൻ ഇതിലേക്ക് 10 എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്തു. 10 എന്നുള്ള എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്താണ്? 0. സോ ഓട്ടോമാറ്റിക്കലി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് ഇൻക്രിമെൻറ്റഡ്. ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എന്തായി? 0 അല്ലേ. അപ്പോൾ ഞാനൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലൊക്കേഷൻ്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്തു, 0 ആയി. ഇപ്പോൾ ടോപ്പ് എന്താണ്? 0th പൊസിഷനിലാണ് നമ്മളൊരു എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. സോ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് 0. എഗെയിൻ ഞാൻ പുതിയ എലിമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ ഇൻഡെക്സ് ഇൻക്രിമെൻറ്റഡ് ടു 1 അല്ലേ. അപ്പോൾ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്തായിരിക്കും? 1. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ഈസ് ആൾസോ ഇൻക്രിമെൻറ്റഡ്.
അപ്പോൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു അറേയുടെ കറണ്ട് ലൊക്കേഷനിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ഇപ്പോൾ സ്റ്റാക്കിൽ ഡാറ്റ ഉള്ളത്, ആ ഒരു കറസ്പോണ്ടിങ് അറേയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആണ് ഏതിലുണ്ടാവുക, ടോസിലുണ്ടാവുക. ടോസ് -1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സ്റ്റാക്ക് ഈസ് empty. Okay, so whenever an element is inserted into the stack, the value of toes will be incremented by 1 until അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എവിടെയാണ്? until it reaches the highest subscript. അല്ലേ, ഈ അറേയുടെ സബ്സ്ക്രിപ്റ്റ് എന്താണ്? 3 ആണ്. അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ബിക്കോസ് അറേ സൈസ് ഇസ് ലിമിറ്റഡ് അല്ലേ. അപ്പോൾ അത്രയാണ്, എപ്പോഴാണ് അറേയുടെ മാക്സിമം സൈസ്, അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റാക്കിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാം. ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക്. സോ സ്റ്റാക്ക് വെച്ച് നമുക്ക് 2 ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് പെർഫോം ചെയ്യുക. ദേ ആർ ഫസ്റ്റ് വൺ പുഷ് ഓപ്പറേഷൻ ആൻഡ് സെക്കൻഡ് വൺ പോപ്പ് ഓപ്പറേഷൻ. പുഷ് ഓപ്പറേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് എ ന്യൂ ഡാറ്റ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് പുതിയൊരു ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. Pop operation means the process of deleting an element from the top of the stack. സ്റ്റാക്കിലെ ടോപ്പിൽ നിന്ന് ഒരു ഡാറ്റയെ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്കിൽ നമുക്ക് 2 ഓപ്പറേഷൻസ് ആണ് മെയിനായിട്ട് പെർഫോം ചെയ്യുക. ദാറ്റ് ഈസ് ഇൻസേർഷൻ ആൻഡ് ഡെലീഷൻ. ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാക്കിലേക്ക് നമുക്ക് വാല്യൂസിനെ ആഡ് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണ് പുഷ്. ഈ സ്റ്റാക്കിൽ നിന്ന് നമുക്കറിയാം, സ്റ്റാക്കിൽ നിന്ന് എവിടെയാണ് ഡാറ്റ റിമൂവ് ചെയ്യാം, അതിൻ്റെ ടോപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോപ്പിൽ നിന്ന് ഡാറ്റയെ ഡിലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ. സോ ദർ ആർ 2 ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ സ്റ്റാക്ക്. ദേ ആർ പുഷ് ആൻഡ് പോപ്പ്.